ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്രത്തിന്റേത് ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്ത നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബദൽ നയം നടപ്പാക്കുന്ന ഏക സംസ്ഥാനം കേരളമെന്നും മുഖ്യമന്ത്രി. തളിപ്പറമ്പിൽ വൻ മയക്കുമരുന്ന് വേട്ട. 48 ഗ്രാം MDMA-യുമായി 3 പേർ പിടിയിൽ. ചമ്പാട് അരയാക്കൂലിൽ ഓടിക്കൊണ്ടിരിക്കെ കാർ കത്തി. കാർ ഓടിച്ചിരുന്ന വനിതാ ഡോക്ടർ സാഹസികമായി രക്ഷപ്പെട്ടു. വാർത്തകൾ വിശദമായി. കേന്ദ്രത്തിന്റേത് ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്ത നിലപാടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം ഇതിനെതിരെ നടത്തുന്നത് ശക്തമായ പോരാട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബദൽ നയം നടപ്പാക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. കേരളത്തെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. സംസ്ഥാനത്തിന് കൃത്യമായി നികുതി വിഹിതം ലഭിക്കുന്നില്ല. കേരളത്തിന്റെ വികസനം തടയാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ വളരെ വിശദമായി തന്നെ ആ പാർട്ടി കോൺഗ്രസ് വിലയിരുത്തുകയുണ്ടായി. അതിന്റെ ഭാഗമായി പാർട്ടി എത്തിച്ചേർന്ന പ്രധാനപ്പെട്ട ചില നിഗമനങ്ങളുണ്ട്. BJP-യെ തടയാനാകാത്തതല്ല എന്നതായിരുന്നു അതിൽ പ്രധാനം. BJP രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾ പിന്താങ്ങുന്നൊരു പാർട്ടിയല്ല. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം BJP രാജ്യത്ത് നടപ്പാക്കണമെന്ന് പറയുന്ന കാര്യങ്ങൾക്ക് എതിരായാണ് ചിന്തിക്കുന്നത്. ഗവർണറെ ഉപയോഗിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ശ്രമങ്ങൾ നടന്നുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. ഇപ്പോഴും അത്തരം നീക്കങ്ങൾ തുടരുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കടയ്ക്കൽ കത്തിവയ്ക്കുന്ന സമീപനമാണ് കേന്ദ്രത്തിൻ്റേത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി BJP സമീപനത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് കോൺഗ്രസിന് ഉള്ളതെന്നും ആരോപിച്ചു. 4 സീറ്റും കുറച്ച് വോട്ടും മാത്രമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അധികാരത്തിനു വേണ്ടി മാത്രമാണ് കോൺഗ്രസ് നിലകൊള്ളുന്നത്. വർഗീയ ശക്തികൾക്ക് ഇടം കൊടുക്കാത്ത ഏക സംസ്ഥാനമാണ് കേരളം. വർഗീയ സംഘടനകൾ സംസ്ഥാന സർക്കാരിനെതിരെ കുപ്രചരണം നടത്തുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മതരാഷ്ട്രം വേണമെന്ന് ചിന്തിക്കുന്ന ശക്തികൾ മതനിരപേക്ഷ ശക്തികളെ തകർക്കാൻ ശ്രമിക്കുന്നു. RSS-ഉം ജമാഅത്ത് ഇസ്ലാമിയും CPIM-നെതിരെ ഒന്നിച്ചു നീങ്ങുന്നു. ഏത് മാർഗത്തിലൂടെയും അധികാരത്തിൽ വരാനാണ് UDF ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമാണ് വർഗീയ ശക്തികളുമായുള്ള കൂട്ടുകെട്ട്. LDF ഭരണം തുടർന്നാൽ തിരിച്ചടിയാകുമെന്ന് വർഗീയ ശക്തികൾക്കറിയാമെന്നും വർഗീയ ശക്തികളെ ഒപ്പം അണിനിരത്തുകയാണ് മുസ്ലിം ലീഗ് എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. തളിപ്പറമ്പിൽ എക്സൈസിന്റെ മയക്കുമരുന്ന് വേട്ട. തളിപ്പറമ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എബി തോമസും പാർട്ടിയും ടൗണിലുള്ള ലോഡ്ജിൽ നടത്തിയ റെയ്ഡിലാണ് 48 ഗ്രാം MDMA-യുമായി 3 പേർ പിടിയിലായത്. കണ്ണൂർ പുതിയങ്ങാടി സ്വദേശി ഷുഹൈൽ, മലപ്പുറം എടപ്പാൾ സ്വദേശികളായ മുബ്സിർ, രാജേഷ് എന്നിവരാണ് പിടിയിലായത്. ഇവർ ലോഡ്ജിൽ മുറിയെടുത്ത് ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി മയക്കുമരുന്ന് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് പതിവ്. ഇവരിൽ നിന്നും 3 മൊബൈൽ ഫോൺ, MDMA ഉപയോഗിക്കുന്ന ഗ്ലാസ് ട്യൂബുകൾ, പണം എന്നിവ കണ്ടെത്തി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അഷ്റഫ് മലപ്പട്ടത്തിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത്. പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അഷ്റഫ് മലപ്പട്ടം, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PP മനോഹരൻ, പ്രിവന്റീവ് ഓഫീസർ KV നികേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ MV ശ്യാംരാജ്, M കലേഷ്, എക്സൈസ് ഡ്രൈവർ M പ്രകാശൻ എന്നിവരും ഉണ്ടായിരുന്നു. ചമ്പാട് അരയാക്കൂലിൽ ഓടിക്കൊണ്ടിരിക്കെ കാർ കത്തി. ശനിയാഴ്ച രാവിലെ 9:30 ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തായിരുന്നു സംഭവം. കാർ ഓടിച്ചിരുന്ന വനിതാ ഡോക്ടർ പുക ഉയർന്നത് കണ്ട് കാർ നിർത്തി രക്ഷപ്പെടുകയായിരുന്നു. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിൽ വൻ അപകടമാണ് ഒഴിവായത്. ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ വളവിൽ 9:30 സംഭവം. ധർമ്മടത്തെ ദന്തൽ ക്ലിനിക്കിലേക്ക് പോകുകയായിരുന്ന കുന്നോത്തുപീടിക സ്വദേശിനി ഡോക്ടർ സ്നേഹയുടെ KL 58E 8663 നമ്പർ വാഗണർ കാറാണ് കത്തിയത്. കാറിൽ നിന്നും പുകപടലം ഉയരുന്നത് കണ്ട് സ്നേഹ കാർ നിർത്തി ഇറങ്ങുകയായിരുന്നു. ഇതിനിടെ തീ ആളിക്കത്തി.
സംഭവം കണ്ട് ഓടിയെത്തിയ സമീപത്തെ ഒരുമ ഹോട്ടൽ ഉടമ റിനിൽ, ജീവനക്കാരൻ അനിൽ, ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ രഞ്ജിത്ത് എന്നിവർ ചേർന്ന് ഹോട്ടലിൽ നിന്നും വെള്ളമെടുത്ത് കാറിലേക്ക് ഒഴിച്ച് തീ കെടുത്തുകയായിരുന്നു. കാറിൻ്റെ മുൻഭാഗം കത്തി. ഉടൻ തീയണക്കാനായതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. അല്പനേരം ചെമ്പാട് അരയാക്കുൾ റൂട്ടിൽ ഗതാഗതം സ്തംഭിച്ചു. പാനൂർ നഗരസഭാ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട കെ പി ഹാഷിമിന് പാനൂരിൽ ഊഷ്മള വരവേൽപ്പ്. പാനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനം മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാനൂർ നഗരസഭാ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട പാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ പി ഹാഷിമിനെ പാനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. മുൻ KPCC പ്രസിഡന്റും മുൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എടുത്ത് പരിശോധിച്ചപ്പോൾ നിങ്ങൾ ഗൂഗിളിലെടുത്ത് പരിശോധിക്കൂ. ആ ഗൂഗിളിലെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, പാനൂർ എന്നും സംഘർഷഭൂമിയായിരുന്നു, പാനൂർ എന്നും അക്രമത്തിൻ്റെ അരങ്ങ് കുറിച്ച ഒരു വേദിയാണ് എന്ന കാര്യം പറയുമ്പോൾ പ്രബുദ്ധമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരെ നമ്മൾക്ക് അഭിമാനിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നാണോ നമ്മൾ ആ കാര്യം ചിന്തിക്കണം. ഒട്ടും ചേർന്നല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അക്രമൻ ഭീരുവിൻ്റെ ആയുധമാണ് എന്ന കാര്യം നമ്മളെ പഠിപ്പിച്ച മഹാനായ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം നടന്ന ഇന്ത്യയിൽ നടന്ന കാര്യം നമ്മൾ ഓർക്കണം. എല്ലാ കാലത്തും ധീരതയുടെ പര്യായമായിക്കൊണ്ട് അഹിംസ എന്ന ആയുധവുമായിട്ട് മുന്നോട്ടുള്ള ഗാന്ധിജി തന്നെയാണ് നമ്മുടെ വഴികാട്ടി എന്ന കാര്യം നമ്മൾക്കൊക്കെ തന്നെ ആവേശം പകരേണ്ട ഒരു സന്ദർഭമാണിത് എന്ന് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ തീരാ കളങ്കമുണ്ടാക്കിയിട്ട് നമ്മുടെ അക്രമ രാഷ്ട്രീയം അങ്ങനെ കൊഴുത്ത് ഈ പ്രദേശത്തൊക്കെ തന്നെ വളരുന്നുണ്ട് എങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ തന്നെ മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അക്രമത്തിൻ്റെ പാതയിൽ ഒരു കാലത്തും പോകാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന് പറയാൻ സാധിക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമാണ്. ഏറ്റുമുട്ടലും സംഘർഷവും നടക്കുന്നു. കേരളത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത്തരം സംഘർഷം നടക്കുമെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം തന്നെ എല്ലാ കാലത്തും കളങ്കം ചേർത്തിക്കൊണ്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവസാനിപ്പിക്കേണ്ട നടപടി ആരുടെ ഭാഗത്താണ് ഉണ്ടാകേണ്ടത്? നമ്മുടെ ഭാഗത്താണ് ഉണ്ടാകേണ്ടത്. അതിനെതിരായിട്ടുള്ളൊരു പ്രബുദ്ധതയുടെ രാഷ്ട്രീയമോട് വളർത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. വിവാഹം ഒരു മംഗളകർമ്മമാണ്. അത് മംഗളമായിട്ട് തീർക്കാനുള്ള ഉത്തരവാദിത്വം, അത് നടത്താനുള്ള ഉത്തരവാദിത്വം ഒരു കുടുംബത്തിന് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കുമുണ്ട്. ആ വിവാഹവുമായി ബന്ധപ്പെട്ടിരുന്ന ആളുകൾക്കൊക്കെ തന്നെ ഒരു പങ്കാളിത്തം ഉണ്ട് എങ്കിൽ അതൊക്കെ തന്നെ മറന്നുകൊണ്ടാണ് കൊച്ചു കൊച്ചു അസ്വാരസ്യം മനസ്സിൽ വെച്ചുകൊണ്ട് പകയുമായിക്കൊണ്ട് നമ്മുടെ കല്യാണ വീടുകൾ വന്നുകൊണ്ട് അവിടെ സംഘർഷമുണ്ടാക്കുന്ന കാര്യം നമ്മൾ ഗൗരവത്തോടുകൂടി തന്നെ വിലയിരുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. KPCC മെമ്പർ വി സുരേന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ KP സാജു, സന്തോഷ് കണ്ണുംവള്ളി, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TK അശോകൻ മാസ്റ്റർ, K ഭാസ്കരൻ മാസ്റ്റർ, വള്ളിൽ നാരായണൻ, KC ബിന്ദു, ഷീന ഭാസ്കരൻ, പ്രീത അശോകൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ പോഷക സംഘടനകൾക്ക് വേണ്ടി KP ഹാഷിമിനെ ഹാരാർപ്പണം നടത്തി. KP ഹാഷിം മറുപടി പ്രസംഗം നടത്തി. ഞാനൊരു സ്വീകരണ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ പലപ്പോഴും ഞാൻ അതിന് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. നമ്മൾ പാർട്ടിയിലായാലും പൊതു ഇടങ്ങളിലായാലും പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി നിൽക്കുക, അതിലൊരാളായി നിൽക്കുക എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പാർട്ടിയിൽ കൊടികെട്ടിയും പോസ്റ്റർ ഒട്ടിച്ചും സ്റ്റേജ് ഒരുക്കിയും കസേരയൊരുക്കിയും പക്ഷേ പലപ്പോഴും വേദിയിലിരിക്കാത്തപ്പോൾ ശകാരം കേൾക്കേണ്ടി വന്ന ഒരാൾ കൂടിയാണ് ഞാൻ. എല്ലാം ഒരുക്കിയിട്ടും എന്തുകൊണ്ട് വേദിയിലിരിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ആ ഇരുത്തത്തിനപ്പുറത്ത് മുന്നിലിരിക്കുന്ന പാർട്ടിയെ സ്നേഹിക്കുന്ന പൊതു ഇടങ്ങളിൽ എല്ലാം ത്യജിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളോടൊപ്പം നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സും ഒരു സുഖവും മറ്റൊരിടത്തും ഇരുന്നാൽ കിട്ടില്ല എന്ന് തുടക്കം മുതൽ പ്രവർത്തിച്ച് ശീലമുള്ള ഒരാളായ കൊണ്ടാണ് പലപ്പോഴും വേദി ഒരുക്കിയാലും അവിടെ കുറഞ്ഞു പോയ കൊടി കെട്ടാനും കുറഞ്ഞു പോയെടുത്ത് പോസ്റ്റർ ഒട്ടിക്കാനും അത്തരത്തിൽ ആളുകളെ ബന്ധപ്പാടാനും പണ്ട് മുതലേ ശീലിച്ചൊരു ശീലമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇവിടെ ഇരിക്കുന്നതിന് പകരം
നിങ്ങളിൽ ഇരിപ്പിടങ്ങളിൽ ഞാൻ എപ്പോഴും സന്തോഷം കണ്ടെത്തുന്നതും അതുകൊണ്ടാണ്. പക്ഷേ പലപ്പോഴും വേദികളിൽ ഇരിക്കാത്തതിൻ്റെ പേരിൽ ശകാരം നേതാക്കന്മാരുടെ ഭാഗത്ത് കിട്ടിയിട്ടുമുണ്ട്. എന്തുതന്നെയായാലും വളർന്നു വന്ന വഴികളൊക്കെ എന്നേക്കാൾ കൂടുതൽ. കൂത്തുപറമ്പ് ബ്ലോക്കിലെ എ ഗ്രേഡ് ജില്ലാ പച്ചക്കറി ക്ലസ്റ്ററായ കണ്ണങ്കോട്ട് ക്ലസ്റ്ററിൽ വിത്ത് നടീൽ നടന്നു. പഞ്ചായത്തിലെ 11, 12 വാർഡുകളിലെ കർഷകരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ക്ലസ്റ്ററിലെ വിത്ത് നടീൽ ജനകീയ ഉത്സവമായാണ് സംഘടിപ്പിച്ചത്. വിത്ത് നടൽ ഉദ്ഘാടനം KP മോഹനൻ MLA നിർവഹിച്ചു. പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ് കൃഷി. എല്ലാ സ്ഥലത്തും കൃഷി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. സർക്കാരാണെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്നലെയും ഉണ്ടായിരുന്നു നമ്മുടെ മന്ത്രി ശ്രീ പ്രസാദ് പറഞ്ഞത്, കാർഷിക മേഖലക്ക് ശക്തമായ ഇടപെടൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് പ്രാദേശിക തലത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതിന് എല്ലാ അർത്ഥത്തിലുമുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതിന് നമ്മുടെ കൃഷി ഓഫീസറും ADAയും അതുപോലുള്ളവരൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് K. ലത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ 11, 12 വാർഡുകളിലെ കർഷകരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ക്ലസ്റ്ററിലെ വിത്ത് നടൽ ജനകീയ ഉത്സവമായാണ് സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ PP ശാന്ത, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ അനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ PK മുഹമ്മദ് അലി, അംഗം ഖദീജ തെക്കയിൽ, കൂത്തുപറമ്പ് ADS ഷീന വിനോദ്, കൂത്തുപറമ്പ് കൃഷി ഓഫീസർ CV ആനന്ദ്, കൃഷി അസിസ്റ്റന്റ് C അരുൺകുമാർ എന്നിവർ സംബന്ധിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോട്. അതെ, മണ്ഡലത്തിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്താലേ പാർട്ടിക്ക് പുരോഗതി ഉണ്ടാകും. അങ്ങനെ നമ്മളൊന്നും ചെയ്തില്ല എന്ന് പറയരുത്. കഴിഞ്ഞ തവണ നമ്മുടെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ടൈൽസ് ഇട്ട് കൊടുത്തു. എല്ലാ കൊല്ലവും ചെയ്തു കൊടുക്കാൻ നമ്മുടെ അടുത്ത് ഫണ്ട് വേണ്ടേ? ബഹളം നിർത്ത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണ ടൈലിടാത്ത എല്ലാ വീടുകളിലും ഇപ്രാവശ്യവും നമ്മള് ടൈല് വിരിച്ചു കൊടുക്കുന്നതായിരിക്കും. പോരെ? അല്ല പറ, ഇത്തവണ ABCന്റെ ഓഫർ ഉണ്ടല്ലേ? പിന്നല്ലാതെ. ABCയുടെ ഓഫർ ഉള്ളപ്പോ ഞാനിങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ജയ് വിളിക്കേണ്ടത് മെമ്പർക്കല്ല, ABCക്കാ.
ABC ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു ABC മെഗാ സെയിൽ. ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം 1 പവൻ സ്വർണത്തിന്റെ വിലയിൽ. ലോകോത്തര ബ്രാൻഡുകൾ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ, അതിവിപുലമായ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും. ABC മെഗാ സെയിൽ. ഇനി ആദ്യം വാങ്ങാം, ലാഭത്തിൽ വാങ്ങാം. ഈ ഓഫർ ABC മൈ ഹോം, ABC സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം. അമ്മ, കല്യാണത്തിന് ഇനി 10 ദിവസം കൂടി ഉള്ളൂ. നാളെയെങ്കിലും ഡ്രസ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ? എന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നിന്റെ എന്തായി? നാളെ. ഇതാണ് എന്റെ വെഡിങ് സാരി. നോക്ക്, കാഞ്ചീപുരം എങ്ങനെയുണ്ട്? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്. മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ. സെഞ്ചുറി ഫാഷൻ സിറ്റി. സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ, ഗ്രാമത്തി, പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണ്ണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ. ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി, പള്ളൂർ. ഫോൺ 04902338 മൊബൈൽ 9846816762. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497360333. തിരികെ വാർത്തകളിലേക്ക്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തലശ്ശേരി മേഖലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ജില്ലാ സംസ്ഥാന നേതാക്കൾക്കുള്ള ആദരവും നടന്നു. സംസ്ഥാന ട്രഷറർ ഉണ്ണി കൂവോട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ട്രഷറർ ഉണ്ണി കൂവോട് ഉദ്ഘാടനം ചെയ്തു. നമ്മൾക്ക് മാറാൻ വേണ്ടി സാധിച്ചത് ചിലപ്പോൾ അതൊരു നിമിത്തമായി നമുക്ക് കാണേണ്ടത്. കാരണം അവിടെ ഒരു പ്രയാസം ഉണ്ടാവുകയും അത് മാറുകയും പുതിയ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ അംഗങ്ങൾക്ക് ഇരിക്കുന്നതിനും അതിനേക്കാൾ കൂടുതൽ സൗകര്യമുള്ള ഒരു ഓഫീസിലേക്ക് മാറാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഇത് നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പറയുന്നത്. നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ അത് ഇനി വേണ്ട എന്നുള്ളത് മാറ്റിവെക്കുന്നതിന് പകരം അതിനേക്കാൾ കൂടുതൽ ഭംഗിയോടുകൂടി നമുക്ക് നടത്തണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഓഫീസ് വന്നിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ സാറ് ഭാഷകനും മലയാളത്തിന് അധ്യക്ഷൻ പറഞ്ഞു രമേശാറിൻ്റെ പേര്. തീർച്ചയായും അദ്ദേഹത്തിനെ ഒരു സ്ഥലത്ത് നമ്മൾക്ക് മുന്നിൽ കാണുക. രമേശാറിനെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരി മേഖലയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഏറ്റവും ഭംഗിയായി നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് രമേശാർ. പക്ഷേ വലിയൊരു കൂട്ടായ്മയാണ് ഈ തലശ്ശേരി മേഖല ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ ഒരു ഓഫീസിന് വേണ്ടി അംഗങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള സഹായം നൽകുക, അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ മേഖലയുടെയും യൂണിറ്റിൻ്റെ ഭാരവാഹികൾ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഓഫീസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഓഫീസ് എടുക്കുന്നു പറയുമ്പോൾ അതിന് സഹായിക്കുന്നതിന് വേണ്ടി അംഗങ്ങൾ മുന്നോട്ട് വരിക എന്നുള്ളതെല്ലാം പറയുമ്പോൾ അത് വലിയൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ കൊളശ്ശേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജില്ലാ നേതാക്കന്മാർക്ക് ചടങ്ങിൽ ആദരവ് നൽകി. സംഘടന പ്രവർത്തനം സ്വന്തം ജീവശ്വാസം പോലെ നമുക്ക് ഏവർക്കും പകർന്നു നൽകിയ ശ്രീമാൻ ശിവരാജസിനെ കർജിക്കുന്ന സിംഹമായി നമ്മുടെ പ്രിയപ്പെട്ട സുനിൽ വടക്കുമാണ് തലശ്ശേരി മേഖലയുടെ ഈ ആദരവിൽ കൂടെ നമ്മുടെ ഓരോരുത്തരുടെയും സ്നേഹം അദ്ദേഹത്തെ അറിയിക്കുന്നു. സംഘടനയുടെ വിവിധ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി
സംസ്ഥാന വെൽഫെയർ ഫണ്ട് ജനറൽ കൺവീനർ രജീഷ് PTK, ജില്ലാ പ്രസിഡന്റ് S. ഷിബുരാജ്, ജില്ലാ സെക്രട്ടറി സുനിൽ വടക്കുംപാട്, ജില്ലാ ട്രഷറർ വിതിലേഷ് അനുരാഗ്, ജില്ലാ PRO വിവേക് നമ്പ്യാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K. ഭാസ്കരൻ, ബാബു നടാൽ എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി വിനോദ് മുക്കാളി സ്വാഗതവും മേഖലാ ട്രഷറർ K. റിജേഷ് നന്ദിയും പറഞ്ഞു. പാനൂർ KKB മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി ഏകദിന ക്യാമ്പ് ഉണർവ് 2025 സംഘടിപ്പിച്ചു. KP മോഹനൻ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട കാരണം പഠിച്ച് മിടുക്കന്മാരും മിടുക്കുകളാകാൻ ഏർപ്പെടുത്താൻ സാധിക്കും. പക്ഷെ പൊതുവിദ്യാഭ്യാസം എന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുവിവരം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പഠിക്കണമെങ്കിൽ ഇതുപോലുള്ള സംവാദങ്ങളുണ്ടാകും. ഇൻ്ററാക്ഷൻ സംവാദം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ കുട്ടികൾ അങ്ങോട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഈ പഠിക്കുന്നത് അങ്ങനെയുണ്ട് നോക്കുന്നത് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രാവശ്യം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മുന്നോട്ട് ഉദ്ദേശിച്ച സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തിൽ മാത്രമാണ് വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ജനങ്ങൾ മുന്നോട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം +2 പഠിക്കുന്നവർക്ക് കോച്ചിങ് സംഘടിപ്പിക്കുകയാണ്. PTA പ്രസിഡന്റ് P. പ്രമോദ് അധ്യക്ഷത വഹിച്ചു. മദർ PTA പ്രസിഡന്റ് NP സമീഹ, അധ്യാപകരായ C. അമീർ, K. ബിനീഷ് എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക K. പ്രമീള സ്വാഗതവും അക്ഷരി ദേവ് നന്ദിയും പറഞ്ഞു. മുഖ്യാതിഥിയായ T. നാരായണൻ ഗണിതം ലളിതം ക്ലാസ് എടുത്തു. TP സനൽകുമാർ ശാസ്ത്ര കൗതുകം ക്ലാസും രമേഷ് പുല്ലാപ്പള്ളി ആടാം പാടാം ക്ലാസും കൈകാര്യം ചെയ്തു. തുടർന്ന് DJ ക്യാമ്പ് ഫയർ നടത്തി. ആടാനെടുക്കുന്ന സമയം കിട്ടാൻ പൾസ് എണ്ണി നോക്കി. പൾസ് ഒരു 15 പൾസാണെന്ന് വിചാരിക്കും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതേ വിളക്ക് ഒരു 10 പ്രാവശ്യം ആടാനെടുക്കുന്ന സമയം പൾസ് നോക്കിയിട്ട് പൾസിൻ്റെ എണ്ണം ഒളവിലം റഹ്മാനിയ വനിതാ യത്തീംഖാനയുടെയും MTM വഫിയ കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ ആദര സമർപ്പണവും സ്പോർട്സ് മീറ്റും സംഘടിപ്പിച്ചു. ഒളവിലത്തെ എഴുത്തുകാരായ മൊയ്തു പാറമ്മൽ, TT ജലീൽ എന്നിവർക്കുള്ള ആദരവും MTM വഫിയ കോളേജിന്റെ സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനവുമാണ് നടന്നത്. ഒളവിലത്തെ എഴുത്തുകാരായ മൊയ്തു പാറമ്മൽ, TT ജലീൽ എന്നിവർക്കുള്ള ആദരവും MTM വഫിയ കോളേജിന്റെ സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനവുമാണ് നടന്നത്. ആസിം വെള്ളിമണ്ണ ഉദ്ഘാടനം ചെയ്തു. വളരെ മികച്ച കലാപാത്രത്തിൽ അതിൻ്റെ കാലഘട്ടം അങ്ങനെ നമ്മൾ ഇപ്പോഴൊക്കെ എന്താ പോസിറ്റീവ് ചിന്തിക്കണം, നെഗറ്റീവ് ചിന്തിക്കണം. പോസിറ്റീവ് ചിന്തിച്ചാൽ നമുക്ക് അപ്പോൾ ഹാപ്പി ജീവിക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ SSLC എക്സാം ഈ SSLCയിൽ പഠിക്കാൻ പോകുന്ന ഈ SSLC എത്തുന്ന വരെ എല്ലാവരും എല്ലാ കുട്ടികളും എല്ലാവരും എന്തൊക്കെ ശേഷം സുഖല്ലേ എത്രയാ പഠിക്കുന്നത് അല്ലേ? SSLC എത്താൻ എത്ര A+ ഉണ്ടാവും? ഫുൾ A+ ഉണ്ടാവും. അപ്പം ഈ 7 പഠിക്കുന്ന കുട്ടിയിലാക്കുക പഠിക്കാത്ത കുട്ടിയിലാക്കുക ഫുൾ A+ പഠിക്കണം അല്ലേ? അല്ലേ? എല്ലാവരും ആഗ്രഹം അല്ലേ? പക്ഷെ ചിലവർക്ക് നടക്കില്ല അല്ലേ? അങ്ങനെ ഒരു അപ്പൊ ഞാനും പറഞ്ഞത് ഞാൻ ജലീലിയോ, മൊയ്തു പാറമ്മൽ എന്നിവർ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി. ഷുഹൈബ് തങ്ങൾ അധ്യക്ഷനായി.
നസീർ സ്വാഗതം പറഞ്ഞു. എം സുലൈമാൻ മാസ്റ്റർ, ഷറഫുദ്ദീൻ മാസ്റ്റർ, സൈദാലി മാസ്റ്റർ തുടങ്ങിയവർ ഉപഹാര വിതരണം നടത്തി. വി കെ കാസിം സ്പോർട്സ് ലോഗോ പ്രകാശനം ചെയ്തു. പാനൂർ സ്മാഷ് ബാഡ്മിന്റൺ അക്കാദമിയുടെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ഓൾ കേരള ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിന്റെ ഉദ്ഘാടനം കെ.പി. മോഹനൻ എം.എൽ.എ. നിർവഹിച്ചു. കെ.പി. മോഹനൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കാലഘട്ടം മാറി, നല്ല സൗകര്യങ്ങൾ, നല്ല ടർഫ് കോർട്ട് തന്നെയായിട്ട് നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് കൂത്തുപറമ്പ് മണ്ഡലത്തിൽ തന്നെ 10-12 ഇൻഡോർ കോർട്ടുകളുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ പുല്ലുക്കരിയുണ്ട്, അതുപോലെ തന്നെ കരിക്കണ്ടിയുണ്ട്, ഒക്കെ തന്നെ. അത് വിവിധ രീതിയിലാണ്, വോളിബോൾ, ഷട്ടിൽ ബാഡ്മിൻ്റൺ ഒക്കെ തന്നെ. എന്തായാലും ഇത് വളർത്തിക്കൊണ്ടുവരിക എന്ന ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഇതിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ടീമും അതുപോലെ തന്നെ ആളുകളൊക്കെ തന്നെ അത് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കളിക്കാരായിട്ട് ഒരുപാട് ആളുകളെ പുതുതായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ കളി രംഗത്ത് ഷട്ടിൽ ബാഡ്മിൻ്റൺ എന്ന് പറയുമ്പോൾ നമുക്ക് നിറഞ്ഞു നിന്ന് കളിക്കാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആളുകളിൽ കാണാൻ രസമാണ്. സ്വാഗത സംഘ ചെയർമാൻ കെ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. പാനൂർ നഗരസഭാ ചെയർമാൻ കെ.പി. ഹാഷിം മുഖ്യാതിഥിയായി. കാലഘട്ടത്തിൽ ആളുകളുടെ മതത്തിൻ്റെയും ജാതിയുടെയും വ്യത്യാസത്തിൽ വേർതിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നവരെയും കളിക്കുന്നവരെയും ബാറ്റുകൾ കൈമാറുന്നവരെയും ബോളുകൾ കൊടുക്കുന്നവരും ഷട്ടിൽ കൈമാറുന്നവരെയൊക്കെ ജീവിതത്തിൽ അതാണ് ഏറ്റവും വലിയ എന്നത് മറ്റ് ജാതി മത ചിന്തകളൊന്നുമില്ലാത്തൊരു വേദിയായി പലപ്പോഴും സ്പോർട്സിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്കായി പി. സുലൈമാൻ ഹാജി, ബാങ്കിൽ ഹനീഫ, കെ.എം. റയീസ്, അനസ് മുബാറക്ക്, ഗഫൂർ കൂറ്റേരി, സജീവ് മാസ്റ്റർ, ഖബീർ, കോർട്ട് മാനേജർ റഷീദ് എന്നിവർ സംസാരിച്ചു. ഇന്നും നാളെയുമാണ് 100ഓളം ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് സ്മാഷ് ഇൻഡോർ കോർട്ടിൽ നടക്കുന്നത്. നെല്ലൂർ സമീർ സ്വാഗതവും ടി മുനീർ നന്ദിയും പറഞ്ഞു. ശാന്തിഗിരി ആശ്രമം പാനൂർ വള്ളിയായി ബ്രാഞ്ചിലെ ദർശന മന്ദിര സമർപ്പണ വാർഷികവും പൂജിത പീഠം സമർപ്പണാഘോഷങ്ങളുടെ ഭാഗമായി സത്സംഗത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ഞായറാഴ്ച നടക്കും. രാവിലെ 10-ന് ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി ഉദ്ഘാടനം ചെയ്യും. പരിപാടിയോടനുബന്ധിച്ച് ധ്വജാരോഹണം, പുഷ്പസമർപ്പണം, ശാന്തിഗിരി മാതൃമണ്ഡലത്തിലെ ബോധവൽക്കരണ ക്ലാസ്, ദീപപ്രദക്ഷിണം, വിവിധ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്: ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. Bobby Chamanur International Jeweler. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി.
മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. അത്ഭുത കാഴ്ചകളുമായി ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ കൂത്തുപറമ്പിൽ ആരംഭിച്ചു. കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മലബാർ മേഖലയിൽ അലങ്കാര മത്സ്യങ്ങളെയും വളർത്തുപക്ഷികളെയും വിതരണം ചെയ്യുകയും പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടായ്മയാണ് മലബാർ അലങ്കാര മത്സ്യ കർഷക സമിതി. ഈ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് കൂത്തുപറമ്പ് കണ്ണൂർ റോഡിന് സമീപം PVS ഗ്രൗണ്ടിൽ സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ഒരുക്കിയിരിക്കുന്നത്. പ്രദർശനത്തിലൊരുക്കിയ ടണൽ അക്വേറിയത്തിൽ ഭീമൻ അലങ്കാര മത്സ്യങ്ങളും പ്രത്യേകം തയ്യാറാക്കിയ കൂടുകളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള വളർത്തുമൃഗങ്ങളും വളർത്ത് പക്ഷികളുമുണ്ട്. കുഞ്ഞൻ കുരങ്ങുവർഗത്തിൽപ്പെട്ട അമേരിക്കൻ മർമോസൈറ്റ് കുരങ്ങും മത്സ്യകന്യകയും ബഹുവർണ്ണ വിദേശ ചിലന്തിയും കാശ്മീർ താഴ്വാരവും പ്രദർശനത്തിന്റെ പ്രത്യേകതയാണ്. ദിവസവും വൈകിട്ട് 4 മണി മുതൽ രാത്രി 9:30 വരെയും അവധി ദിവസങ്ങളിൽ വൈകിട്ട് 3 മണിക്കുമാണ് പ്രദർശനം നടക്കുക. എക്സിബിഷന്റെ ഉദ്ഘാടനം കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ നിർവഹിച്ചു. ഫെബ്രുവരി 1 മുതൽ മാർച്ച് 2 വരെ നടക്കുന്ന സ്കൈലാൻഡ് അണ്ടർ വാട്ടർ എക്സ്പോ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ആസ്വാദ്യകരമാവട്ടെ. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ദുബായ് ഐക്കൺ അവാർഡ് ഫിലിം ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡിന് UAE-യിലെ ലാവൻഡർ ഹോട്ടൽ ജനറൽ മാനേജർ പ്രവീൺ മേനോൻ അർഹനായി. മികച്ച ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റിക്കാണ് അവാർഡ് നൽകുന്നത്. ദുബായിൽ നടന്ന വർണ്ണശബളമായ ചടങ്ങിൽ പ്രവീൺ മേനോൻ അവാർഡ് ഏറ്റുവാങ്ങി. थैंक यू सो मच प्रवीण साहब और भूपेश भाई का भी अवार्ड आपको लेना है. സ്വിറ്റ്സർലാൻഡിലെ ഉപരിപഠനത്തിന് ശേഷം ദുബായിലെ ഫ്ലോറ ഇന്റർനാഷണൽ, ലോട്ടസ്, അൽബുസ്താൻ സെന്റർ, ലേ മെറിഡിയൻ എന്നീ ഹോട്ടലുകൾ ഉൾപ്പെടെ പ്രമുഖ ബ്രാൻഡുകളിൽ ജോലി ചെയ്തിട്ടുള്ള പ്രവീൺ മേനോൻ കോഴിക്കോട് സ്വദേശിയാണ്. തലശ്ശേരി സ്വദേശി ഷീന മേനോനാണ് ഭാര്യ. ജാൻവി മേനോൻ ഏക മകളാണ്. ഭക്തജനങ്ങൾക്ക് അനുഗ്രഹമേകി പള്ളൂർ കോയോടൻ കൊറോത്ത് ക്ഷേത്രപ്പറമ്പിൽ 38 ശാസ്തപ്പൻ തെയ്യങ്ങൾ നിറഞ്ഞാടി. ഒരേ സമയം ഇത്രയും കൂടുതൽ തെയ്യങ്ങൾ കെട്ടിയാടിയത് വേറിട്ട കാഴ്ചയായി.
പാരമ്പര്യവും പ്രാചീനതയും ഒത്തുചേർന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പള്ളൂർ കൊയ്യോടൻ കോറോത്ത് ക്ഷേത്രം. ക്ഷേത്ര തിറമഹോത്സവത്തിൻ്റെ സമാപനത്തിൻ്റെ ഭാഗമായി ഒരേ സമയം 38 ശാസ്തപ്പൻ തെയ്യങ്ങൾ കെട്ടിയാടി. തിറമഹോത്സവത്തിൻ്റെ ഭാഗമായി 6 ഗുളികൻ തെയ്യം, 2 ഘണ്ടാകർണൻ, 2 ഉച്ചിട്ട ഭഗവതി, 2 വിഷ്ണുമൂർത്തി, ഗുരുകാരണവർ എന്നീ തെയ്യങ്ങളും കെട്ടിയാടി. പൊയിലൂർ തൊടുവച്ചീൻ്റെവിട ശാക്തേയ ദേവീക്ഷേത്രം വാർഷികാഘോഷത്തിന് തുടക്കമായി. വടക്കേ പൊയിലൂർ കൊറ്റുമ്മൽ ഗുളികൻ കുട്ടിച്ചാത്തൻ ദേവസ്ഥാനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ 100 കണക്കിന് ആളുകൾ അണിനിരന്നു. വാദ്യമേളം, മുത്തുകുട, തെയ്യം, നൃത്തഗാന സംഘം തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടിയാണ് ഘോഷയാത്ര നടത്തിയത്. ക്ഷേത്രം പ്രസിഡന്റ് VP ആനന്ദൻ, ജനറൽ സെക്രട്ടറി സജീവൻ യദുകുലം, മാനേജിംഗ് ട്രസ്റ്റി C രാഘവൻ, സ്വാഗത സംഘ ചെയർമാൻ മനോജ് പൊയിലൂർ, T സാരംഗ്, AP പ്രസന്ന, NP രാഘവൻ, C പവിത്രൻ, അർജുൻ വാസുദേവ്, NP ശാന്ത, NK ശൈലജ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ആധ്യാത്മിക സമ്മേളനം കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും. പിണറായി പാണ്ഡ്യഞ്ചേരി പോതിയോടത്ത് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര തിറ മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടത്തി. പിണറായി വൈരിഘാതകൻ ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര പുറപ്പെട്ട് പിണറായി വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടുകൂടി നിരവധി ഭക്തജനങ്ങൾ ഘോഷയാത്രയിൽ പങ്കാളികളായി. അമ്മമാരും സഹോദരിമാരും അണിനിരക്കുന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്രയാണ് ഇതുവരെ നടന്നുവരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്രത്തിന്റേത് ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്ത നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബദൽ നയം നടപ്പാക്കുന്ന ഏക സംസ്ഥാനം കേരളമെന്നും മുഖ്യമന്ത്രി. തളിപ്പറമ്പിൽ വൻ മയക്കുമരുന്ന് വേട്ട. 48 ഗ്രാം MDMA-യുമായി 3 പേർ പിടിയിൽ. ചമ്പാട് അരയാക്കൂലിൽ ഓടിക്കൊണ്ടിരിക്കെ കാർ കത്തി. കാർ ഓടിച്ചിരുന്ന വനിതാ ഡോക്ടർ സാഹസികമായി രക്ഷപ്പെട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.